ഇപ്പോൾ ഇറ്റലിയിൽ നിന്നും കൃപ മരിയ നമ്മോടൊപ്പം ചേരുകയാണ്. കൃപ മരിയയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കൃപ മരിയ ആദ്യം നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുന്നോട്ട് പോയ ഒരു സാമൂഹിക പ്രവർത്തകയാണ്. റോമിൽ നിന്നാണ് നമ്മോടൊപ്പം കൃപ മരിയ ചേരുന്നത്. കൃപ, താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട്? നമസ്കാരം. എൻ്റെ നിമിഷപ്രിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 2021 ലൈവ് ഒക്കെ ഇട്ട് വിങ്സ് കേരള പറഞ്ഞിട്ടാണ് സൂം മീറ്റിംഗ് നടത്തി നിമിഷയോട് നേരിട്ട്, അതായത് സൂമിലൂടെ ഞാൻ സംസാരിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തി എല്ലാം എഴുതി വെച്ച് ഉറപ്പായതിനു ശേഷമാണ് ഞാൻ ലൈവ് ഇട്ടത്. അപ്പം അന്ന് നിമിഷപ്രിയ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ ഞാൻ അന്ന് ലൈവിൽ ശക്തമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയും നമുക്ക് അത് പ്രകാരം അവര് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് അഡ്വക്കേറ്റ് ആയാലും അവരുടേതായ പ്രതിനിധികളും നമ്മുടെ ഗവൺമെന്റും ഒക്കെ പരിശ്രമിച്ച് നമുക്ക് സ്റ്റേ മേടിക്കാൻ പറ്റിയിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ അധികം ഇത് ലൈവ് അവർക്ക് കൊടുക്കാറില്ല അവരെ കുറിച്ച്. പക്ഷെ രണ്ടാമത് ഇപ്പൊ അവള് സംസാരിക്കാറുണ്ട്, എനിക്ക് അന്ന് തുടങ്ങി മെസ്സേജസ് ഒക്കെ പാസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സംസാരിച്ച ആ ഒരു ഇത് ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നിമിഷപ്രിയയ്ക്ക് ഒരു രക്ഷപ്പെടാനുള്ള പഴുതാണെങ്കിൽ ദൈവം സഹായിക്കട്ടെ എന്ന് എന്നെ പ്രാർത്ഥിക്കുകയും കൂടിയും ചെയ്യാണ്. എല്ലാവരും അതിന് പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുക, നെഗറ്റീവ് കമന്റുകൾ ഉപേക്ഷിക്കുക. പ്രത്യേകിച്ച് വിദേശത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകള് പെങ്ങള് എന്ന രീതിയിൽ കണ്ട് കമന്റ്സുകൾ നെഗറ്റീവായിട്ടുള്ളത് ഒഴിവാക്കാം. ഓക്കെ, എനിക്ക് പറയാനുള്ളത് നിമിഷപ്രിയ തലാലായിട്ടുള്ള കണക്ഷനില്, അതായത് അവരുടെ ഇതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിമിഷപ്രിയയോട് ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്ന് ആവശ്യപ്പെടാം. ഇവർ രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നു. അപ്പൊ ഹോസ്പിറ്റലിലെ ഓണറായിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു നമുക്ക് ഷെയർ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ വിഹിതം എടുക്കുന്നതിനനുസരിച്ചിട്ട് അത് 3:3 എന്ന അനുപാതത്തിൽ എടുക്കാന്നുള്ള കരാർ ഒപ്പിടാനാണ് അവർ തീരുമാനിച്ചത്. അതിൽ 34 ലക്ഷം രൂപയാണ് നിമിഷപ്രിയ നമ്മൾക്ക് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോ നിമിഷപ്രിയ ഓക്കെ പറഞ്ഞു. ഭർത്താവ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പൈസ കൊടുക്കാനും നിമിഷപ്രിയയുടെ കയ്യിൽ കൊടുത്തു വിട്ടു എന്നുള്ള ഒരിതാണ് അന്ന് എന്നോട് പറഞ്ഞത്. പിന്നെ ഇവര് ഒപ്പിടാൻ സമയത്ത് ഇതില് എന്തോ ഒരു മൈനസ് ആയിട്ടുള്ള, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടു. 3:6 ആയി മാറണ്. 3:3യും നമ്മുടെ 2:3, അതായത് നിമിഷപ്രിയയുടെ 3യും തലാലിന്റെ 3യും തലാൽ എഴുതി മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൾക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു. അപ്പൊ തന്നെ എററായിരുന്നു. പിന്നെ ഇവളുടെ പാസ്പോർട്ട് എടുത്ത് അവര് പിടിച്ചു വെക്കുകയും അവൾക്ക് പോസിറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടുപോയ ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഇവൾക്ക് ചതി പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ചതി എന്ന് പറഞ്ഞാൽ അവരുടെ അതിൽ ഉൾപ്പെട്ടു പോയി. അവരെ യമന്റെ നിയമങ്ങൾ അറിയാലോ, കൊന്നുകളയുന്നുള്ള, ഇവളെ ഒരുപാട് ടോർച്ചർ ചെയ്യുക. അപ്പൊ ഇവരുടെ മാതാപിതാക്കള്, അതായത് തലാലിന്റെ മാതാപിതാക്കളായിട്ട് വളരെ കമ്പനിയായിരുന്നു ഇവള്. കാരണം ക്ലിനിക്കിൽ വരുമായിരുന്നു ട്രീറ്റ്മെന്റിന്. ഇവള് ഒരുപാട് സഹായങ്ങൾ നേഴ്സ് എന്ന രീതിയിൽ ചെയ്യുമായിരുന്നു, ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് വളരെ ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പാസ്പോർട്ട് പിടിച്ചു വെച്ചപ്പോ നിനക്ക് ആ മാതാപിതാക്കളോട് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ അവരോട് പറയാൻ വേണ്ടി ഒരു ദിവസം പോയിരുന്നു. പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവര് അവളെ അവരുടെ സഹോദരനാണ് ഉണ്ടായത്. അപ്പൊ അവരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്, അതായത് തലാലിനെ കൊണ്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അവളവിടെ ബന്ദിയാക്കണ രീതിയിലാക്കി. അപ്പൊ അവൾക്ക് പുറത്തേക്ക് വരാനോ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സാഹചര്യത്തിലേക്ക് വരാനോ നമുക്ക് പുറത്തു വന്ന് പറയാനോ പാസ്പോർട്ട് കിട്ടിയുമില്ല. അങ്ങനെ കൈ പിടിച്ച് കൊടുക്കുക എന്നൊരു ചടങ്ങ് പോലെ അവരവിടെ നടത്തി എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷെ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവളെ ശരിക്കും ടോർച്ചറിങ്. ദെൻ അത് കഴിഞ്ഞ് പിന്നത്തെ ഇത് വരുന്നത്, ഇവരുടെ ഒരു ഈ ടോർച്ചറിങ്ങും ഇതൊക്കെ ഇവളുടെ കൂട്ടുകാരിയായ ഹനാൻ കാണുന്നുണ്ടല്ലോ. ഇവര് ഷെയർ ചെയ്യുമായിരുന്നു, ഫ്രണ്ട്സ് എന്ന നിലയിൽ. ഇവര് താമസിക്കുന്നത് ഒരുമിച്ചാണ് തോന്നുന്നു. അപ്പോ ആ ഇതിൽ തന്നെ അപ്പോ അവരോട് ഷെയർ ചെയ്തു. പിന്നെ ഈ വാച്ച്മാനോട് ഷെയർ ചെയ്തു. ഷെയർ ചെയ്തപ്പോ വാച്ച്മാൻ പറഞ്ഞു, നിങ്ങൾ പറ്റുകയാണെങ്കിൽ അവനെ ഒന്ന് അൺകോൺഷ്യസ് രീതിയിലാക്കിയിട്ട് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ഇവളെ പ്രോത്സാഹിപ്പിക്കുക ചെയ്തത്. അപ്പൊ അങ്ങനെ ഇവള് നോക്കിയപ്പോ ഒരു നേഴ്സിന് അറിയാവുന്ന രീതിയിൽ ഇവള് കെറ്റാഡിൻ എന്ന് പറയുന്ന ഒരു ദിവസം ട്രീറ്റ്മെന്റിന് വന്നപ്പോ കെറ്റാഡിൻ ആദ്യം
ഇത് ചെയ്തു, ഇഞ്ചെക്ട് ചെയ്തു. അപ്പൊ ആൾക്ക് ഒരു നോർമൽ, ആള് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. ഒരു ബോധം പോവുകയോ ഒരു കെറ്റാഡിന് അടിച്ചാൽ അത്ര ഡോസാണ്, അതെല്ലാവർക്കും അറിയാം. ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ആവുമായിരിക്കും. ഞാൻ നേഴ്സല്ല, ഞാനൊരു ടീച്ചറാണ്. അപ്പോ അന്ന് ഓർമ്മ പോകാത്തത് കൊണ്ട് പിന്നെ വീണ്ടും അപ്പൊ തന്നെ ഒരു ഇഞ്ചക്ഷനും കൂടി അവള് കൊടുത്തു. അപ്പൊ ഇവൻ തലാല് മരണവെപ്രാളത്തില് അലറി കഴിഞ്ഞപ്പോ ഇവൾക്ക് ആകെ ഭയം ജനിച്ചു. ഒരു സ്ത്രീ എന്ന നിലയിൽ അവളുടെ പ്രായം കണക്കിലെടുത്ത് ഞാൻ അതിനെ പരിഗണിക്കുന്നു. അത് പറഞ്ഞപ്പോ അവൾക്ക് ഭയം വന്നപ്പോ ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് അൽപ്രാക്സ് എടുത്ത് കഴിച്ചപ്പോ അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നീ BP നോക്കിയിരുന്നോ, എങ്ങനെയാണ് ആള്, പൾസ് ഉണ്ടായിരുന്നോ, ശ്രദ്ധിച്ചിരുന്നോ എന്ന് ചോദിച്ചു. പൾസ് ചെറുതായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓ ശരി, അപ്പൊ നീ കൊന്നു എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവാ, അപ്പൊ നീയാണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ അവിടെ ഇരിക്കുകയാണ്, ആകെ ഡെസ്പായി. അല്ലെങ്കിൽ ആ 2 അൽപ്രാക്സ് കഴിച്ചതിന്റെ പേരിൽ അവള് 2 കഴിച്ചിരുന്നു. ഒരെണ്ണം കഴിച്ചതിന്റെ മേലെ ഒരു അൽപ്രാക്സും കൂടി കഴിച്ചു. അപ്പോ അതിന്റെ പേരിൽ അവള് സിറ്റായി പോയി, അവിടെ ഇരുന്ന് പോയി. അപ്പോ ഹനാനെ വിളിച്ചപ്പോ ഹനാൻ വന്നിട്ട് പറഞ്ഞു, അത് ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇതാണ് അവളുടെ വാക്കാണ്. അത് കഴിഞ്ഞപ്പോ പിന്നെ ഇവള് ആകെ ഒരു അബ്നോർമൽ സ്റ്റേജിലേക്ക് പോകണമെന്ന് വെച്ചാൽ അൽപ്രാക്സിൻ കഴിച്ചവർക്ക് അറിയാൻ പറ്റും. 2 കഴിച്ചു നോക്കുക പരിചയം വേണമെങ്കിൽ. അപ്പൊ അറിയാൻ പറ്റും ആ സ്ത്രീയുടെ ഒരു ഭയമുള്ള ഒരവസ്ഥ, ഒരാളുടെ മരണപ്പെട്ടു എന്ന് ഉൾബോധം വിശ്വസിപ്പിക്കുന്ന ഒരവസ്ഥയും പിന്നെ ഈ മരുന്നും, ഇതും രണ്ടും കൂടിയാകുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരവസ്ഥയെ ചിന്തിച്ചു നോക്കുക. അതിനോട് ഞാൻ യോജിക്കുന്നു, കാരണം ആ അവസ്ഥയെ. അപ്പൊ അവള് അവിടെ ഇരുന്നു. അപ്പൊ ഹനാനാണ് പിന്നെ ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കണത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഹനാനാണ് ആളെ പീസാക്കിയെന്നുണ്ടെങ്കിൽ പിന്നെ നീ എങ്ങനെ കൊലപാതകയാവും? ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. എനിക്ക് അതിൽ സത്യം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അന്ന് സോഷ്യൽ മീഡിയയിൽ ഈ ലൈവ് വരികയും അന്ന് സ്റ്റേക്ക് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമം നടത്തുകയും ചെയ്തത്. അപ്പൊ അതിനുശേഷം ഇവള് പറഞ്ഞത്, അപ്പോ അതിനുശേഷം എന്തുണ്ടായി എന്ന് ചോദിച്ചപ്പോ, ഈ കവറ് ഉണ്ടല്ലോ, ചാക്ക്, നമ്മള് ചാക്ക് എന്ന് പറയുന്നത് അവിടെ പ്ലാസ്റ്റിക് കവർ എങ്ങനെയാണ്, വിദേശ രാജ്യങ്ങളിൽ വലിയ കറുത്തൊരു കീസണ് കിട്ടാം. അപ്പൊ അതിലാക്കി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവര് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സഹായിക്കാൻ എടുത്തിട്ട് പോകുന്നില്ല. അപ്പൊ സഹായിക്കാൻ പറഞ്ഞിട്ട് ഇവളും കൂടി ചെന്ന്, അപ്പൊ ഒരു ചാക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, ഒരു ചാക്ക് കാണുമ്പോൾ ഒരു വ്യക്തിനെ അതിൽ ഇടുക എന്നുള്ള ഒരു ബോധം മാത്രം തോന്നിയിട്ടുണ്ടാവുള്ളൂ. കാരണം അതിൽ എന്താണ് പീസാണോ എന്ന് ചിലപ്പോൾ ഇവള് കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അന്നത്തെ രീതി വെച്ചിട്ട് പിന്നെ വാച്ച്മാനും പറഞ്ഞത് ചാക്കിലാക്കി കൊണ്ടുപോവുക എന്നൊരു വാക്കാണ്. അപ്പോ ഇത് വെച്ച് ഇവളെ കൊണ്ട് ഇവളുടെ ഈ നോർമൽ അവസ്ഥയിലും അവളത് വിശ്വസിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് സഹായിച്ചു, കൊണ്ടുപോയിട്ടു. എന്നിട്ട് ഹനാൻ എന്ത് ചെയ്തു? ഹനാൻ ഇവളോട് പറഞ്ഞു, 1 മാസം മാറി താമസിക്കും. 1 മാസം എന്നല്ല, ഇവിടുന്ന് മാറി താമസിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എത്ര നാള് ഇവിടുന്ന് മാറി താമസിച്ചു? 1 മാസത്തോളം ചേച്ചി താമസിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് എന്തായാലും തെറ്റായി പോയി. നമ്മള് ഇവളുള്ളത് കൂടി പറയേണ്ടതായിരുന്നു. നമ്മളെ ഭാഗത്ത് പറയേണ്ടത്, നമ്മുടെ തെറ്റ് അംഗീകരിക്കണം. നിനക്ക് ആവശ്യമുള്ള ശിക്ഷ നീ അർഹിക്കണതാണെങ്കിൽ അത് കിട്ടണം. പക്ഷെ കൊലപാതകം ചെയ്തു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ എന്തേ ഹനാനെ ഉൾപ്പെടുത്താതിരുന്നേന്ന് വെച്ചു. ഹനാൻ പറഞ്ഞു, സുഹൃത്തായതുകൊണ്ട് അവളുടെ പേര് ഒരിക്കലും പറയരുത് ഇപ്പോ, കാരണം അത് പിന്നീട് ഒരു പ്രശ്നമാവണ്ടാന്ന് വെച്ചിട്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് തെറ്റായിപ്പോയി, അവളെ കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, അതാണ് ഇപ്പൊ തെറ്റ്. അത് മൊഴി പ്രകാരം ഇവൾ തന്നെ ചെയ്തു, നിമിഷപ്രിയ തന്നെ ചെയ്തു എന്നുള്ളൊരു ആംഗിളിൽ വന്നു നിന്നു. അപ്പൊ നിമിഷപ്രിയക്ക് ഇനി രണ്ടാമത് അതിനുശേഷം ഒരുപാട് പ്രഷർ, കുറെ മാസങ്ങളോളം പ്രഷർ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ 108 കഷ്ണങ്ങളായി ഇന്ന് മീഡിയാസ് നുണ പ്രചരണങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മുടെ മലയാള ചാനലിന്റെ ഏറ്റവും വലിയ ദുഷിച്ച പേരാണത്, നുണ. അപ്പോ ആ ഒരു നുണപ്രചരണത്തിൽ നിന്ന് ഒരു ജീവനാണ് ഇപ്പൊ നഷ്ടപ്പെടാൻ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല സംഭവിച്ചേക്കുന്നത്. അതിൽ എത്ര കഷ്ണം ഉണ്ടെന്ന് പോലും അറിയില്ല. അറിയാത്ത കാര്യങ്ങളാണ് ഇവിടെ പ്രചരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഈ തലാലിന്റെ ആൾക്കാര് നമ്മുടെ വാർത്താ ചാനലുകൾ കാണുന്നുണ്ട്. നമ്മുടെ കമന്റ്സ്, നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇവൾക്ക് എതിരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഈ ഇത്രയും വലിയ ലോകത്ത് അവരിതൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കമന്റ്സുകൾ ഇടാൻ, ചർച്ചകൾ ചെയ്യുക, അവൾക്ക് പോസിറ്റീവ് വരുന്ന രീതിയിൽ. ഇതാണ് കൃപ മരിയയ്ക്ക് നിമിഷപ്രിയയുമായി ഉള്ള സംഭാഷണങ്ങളിലൂടെ മനസ്സിലായ കാര്യം. ഇഞ്ചക്ട് ചെയ്യുന്നു, പക്ഷേ ആ മൃതദേഹം കഷ്ണങ്ങളായി വെട്ടിമുറിക്കുന്നതും അതുപോലെ ഇത്തരത്തിൽ 1 മാസം മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നതും ഒക്കെ ഹനാനാണ്. അപ്പോൾ നിമിഷപ്രിയ മാത്രമല്ല ഇതിൽ കുറ്റവാളി എന്ന് വരികയാണ്.